തിരികെ സ്വാഗതം എല്ലാവർക്കും. ഗുഡ് ഈവനിംഗ് വിത്ത് മാധുവിലേക്ക്. നോക്കൂ, ഈ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സമരം തുടരാൻ തന്നെയാണ് സാധ്യത. അതിലൊരു സമവായത്തിലേക്കും എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KGMCTA നേതാക്കൾ ഇന്ന് സർക്കാരുമായി ഒരു ചർച്ചയൊക്കെ നടത്തി. പക്ഷേ ആ ചർച്ച പരാജയപ്പെട്ടു. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ യാതൊരു ഉറപ്പും കിട്ടിയില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ധനമന്ത്രിയും ആരോഗ്യമന്ത്രിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. സുനിഷ അയല്ലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിഷ, എവിടെ തട്ടിയാണ് ഇതിലൊരു സമവായം നടക്കാത്തത്? മധു, അത് തന്നെയാണ് അറിയേണ്ടത്. പലതവണ ഇത്തരത്തിലുള്ള പ്രതിഷേധം നടക്കുമ്പോഴും പലകുറി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ആരോഗ്യമന്ത്രിയും ധനകാര്യ വകുപ്പും, ധനകാര്യമന്ത്രിയും. പക്ഷേ ഈ ചർച്ചകളെല്ലാം നടക്കുന്നുണ്ടെങ്കിലും സമവായത്തിലെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇത്തവണയും സംഭവിച്ചിരിക്കുന്നത്. ഇത്തവണ മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് ധനകാര്യമന്ത്രിയോട് പറയാനുള്ളതാണ്. പക്ഷേ ആ തുടർ ചർച്ചയിൽ ഒരു പ്രതീക്ഷയോ അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമോ ഇതുവരെ ലഭിക്കാത്തത് കൊണ്ടാണ് ഇനിയും സമരം തുടരാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് KGMCTA എത്തുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കുള്ള ഒരു പ്രതിഷേധം കണ്ടിരുന്നു. പിന്നാലെ OP ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കടക്കുന്നു. അടിയന്തര നിലപാടില്ല എന്നുള്ളതാണല്ലോ. ഇപ്പൊ സാമ്പത്തികമായ കാര്യങ്ങളുണ്ട്, ശരി, അത് പരിഗണിക്കേണ്ടിയിരിക്കുന്നു, തീരുമാനമെടുക്കേണ്ടതിരിക്കുന്നു. നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, സ്ട്രെങ്ത് കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്നിലും യാതൊരു തരത്തിലും സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലേ? ഇല്ല മധു, അതാണ്. അതായത് പ്രധാനപ്പെട്ട ഒന്ന് ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്. ഈ കുടിശ്ശിക നൽകുക എന്നുള്ളൊരു ആവശ്യമായിരുന്നു KGMCTA പ്രധാനമായും മുന്നോട്ട് വെച്ചിരുന്നത്. അത് നേരത്തെ തന്നെ ചർച്ച ചെയ്തപ്പോൾ ഒരു സമയം വേണം, അതിനുശേഷം ചെയ്യാമെന്നുള്ളതായിരുന്നു. ആ ഘട്ടത്തിലാണ് KGMCTA സമരപരിപാടികൾ ചെറുതായി നിർത്തിവെക്കുകയൊക്കെ ചെയ്തത്. പിന്നീട് ഈ സർക്കാർ നൽകിയ സമയപരിധി കഴിഞ്ഞിട്ടും അതിലൊരു തീരുമാനമാകാതെ വന്നതോടെയാണ് വീണ്ടും OP ബഹിഷ്കരണത്തിലേക്ക് പോയത്. മറ്റൊന്ന് നിയമനവുമായി ബന്ധപ്പെട്ടതാണ്. ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാമെന്നുള്ളത് നേരത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതിനൊരു സമയപരിധി പറയുന്നു. പക്ഷെ ആ സമയപരിധി പറയുമ്പോഴും ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഉറപ്പ് നൽകുന്നു, പക്ഷെ ആ ഉറപ്പിന്റെ കാലാവധി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആ ഉറപ്പ് എപ്പോൾ പാലിക്കപ്പെടുമെന്നുള്ളതിൽ ഒരു കൃത്യത ഇപ്പോഴും KGMCTA അംഗങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, ഈ ഡോക്ടർമാർക്ക് ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് ഈ സമരം തുടരാനുള്ള പ്രധാനപ്പെട്ട കാരണവുമായി അവർ പറയുകയും ചെയ്യുന്നത്. ഏതായാലും ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കണം സമര പരിപാടികൾ എന്നുള്ളത് ഇന്ന് എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട്. ഈ സെൻട്രൽ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് നാളെ ഏത് തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കണം. നേരത്തെ OP ബഹിഷ്കരിച്ചുകൊണ്ടുള്ള, സർജറി ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരം എന്നത് പറഞ്ഞിരുന്നു. ഇനി അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ ഏത് തരത്തിലുള്ള ബഹിഷ്കരണം, പരിപാടികൾ, പ്രതിഷേധം എന്നുള്ളത് ഇന്ന് നേരുന്ന കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും തീരുമാനിക്കുക. ഡോക്ടർമാരുടെ സമരം തുടരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നോക്കൂ, ഒരു സമവായ ചർച്ചയ്ക്ക് പോകുമ്പോൾ രണ്ട് ഭാഗത്തുനിന്നും തയ്യാറെടുപ്പുകൾ വേണം, അല്ലെ? ഈ കാര്യങ്ങളിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നേരിയ തോതിലെങ്കിലും വിട്ടുവീഴ്ച ഇല്ല എങ്കിൽ, ചില കാര്യങ്ങൾ അംഗീകരിക്കാനുള്ള തീരുമാനമെടുക്കാതെ സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടും കാര്യമില്ല. സർക്കാരിന്റെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ സമരക്കാരും ചർച്ചയ്ക്ക് പോയിട്ട് കാര്യമില്ല. രണ്ടുപേരും ഇങ്ങനെ മുട്ടായുക്തിയുമായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ജനമാണ് വലയുന്നത് എന്നുള്ളതാണ് നിർഭാഗ്യകരമായ കാര്യം.